ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കൊച്ചു ദിവസമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ പറിക്കാൻ പോകണം, വിറക് പറിക്കാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് ചെറുതായിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തന്നെ ഇവിടെ നമ്മുടെ സ്റ്റാറും സ്കൈയും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അവരവരുടെ വഴക്കുകളും കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് രണ്ടുപേരും കൂടെ ഭയങ്കരം തല്ലും ബഹളവും ഒക്കെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തും വഴക്കും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പരിപാടിയിലാട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി വെയിലുണ്ട്. അപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറക്കി. ഇനിയും എൻ്റെ തുണിയാണെങ്കിൽ പെരയുടെ മണ്ടയ്ക്കും അവിടെ ഇവിടെയും വെയിലൊക്കെ നോക്കി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാനായിട്ട്. 2-3 ദിവസത്തെ മഴയുടെ കോളാണ് ഇതൊക്കെ കേട്ടോ. ഇനി നമ്മൾ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്ന് നമുക്ക് അടത്തിപ്പറക്കണം, വേവിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഉണ്ട് അമ്മ ഇവിടെ നിന്ന് ചക്കയെല്ലാം അടത്തി പറക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വിറകുണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടിട്ടിട്ട് വരട്ടെ. തല നോക്കിക്കണേ ഒന്ന്. ഇവിടുന്നൊക്കെ ആണെങ്കിലേ, അവിടുന്ന് വന്നിട്ടാണെങ്കിൽ അതിൻ്റെ പുളിയുടെ സീസണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5-6 പുളി കിട്ടി. ഞാനത് കഴുകി കുരുവെല്ലാം കളഞ്ഞ് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈർക്കിലിയിലെല്ലാം കോർത്ത് അടുപ്പിൻ്റെ പാചകത്തിലിടാം. എൻ്റെ ചക്കയാണെങ്കിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് ഞാനപ്പോൾ ഇന്ന് എളുപ്പ വഴിയുള്ള വേവിക്കുക കേട്ടോ. കുക്കറിലിട്ട് അരപ്പും എല്ലാം കൂടെ ചേർത്തിട്ട്, കാരണം സമയം ഒത്തിരി ലേറ്റായി കേട്ടോ. 12:45 ഇപ്പം സമയമേ. വിറകും എല്ലാം പറക്കിക്കൊണ്ട് വന്ന് ചക്കയെല്ലാം അടത്തി പറക്കി അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം നിന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇനി ചക്കയിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ. ഇത് കാന്താരി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതാണ്, കറിവേപ്പിലയും കൂടെ. ഇനി നമുക്കൊരു ശകല ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക വെച്ചിട്ട്. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇടുവാണേ. ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇവിടെ ഇഷ്ടമല്ലാത്ത തേങ്ങാക്കൊത്തിടുന്ന, പിന്നെ എനിക്കൊരു കൊതി തോന്നിയിട്ട് ഞാനങ്ങ് ഇടുക. ധൃതിയാണ് കേട്ടോ, സമയം ഭയങ്കരമായിട്ട് അതിക്രമിച്ചു പോയി വിറകിന് പോയത് കാരണം. അപ്പൊ ധൃതിയിലുള്ള കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അതേണ്ട നമ്മുടെ ചക്ക ഇവിടെ അതേണ്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചക്ക അടിപൊളിയായിട്ട് നല്ല കുഴഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാവരും വീഡിയോ പിടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെറിയ ഇന്നത്തെ ഒരു വിശേഷം മാത്രം എടുക്കുവാണ് കേട്ടോ. അപ്പം നല്ല കഷ്ണമെല്ലാം പൊടിയെല്ലാം മൂത്ത് വന്നപ്പോൾ കഷ്ണം ഇട്ട് കൊടുക്കുവാണ്. ചിക്കൻ കറിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടു. പിന്നെ ഇന്നത്തെ നമ്മുടെ ചെറിയ ദിവസമാണ്. പിന്നെ ചക്കയൊക്കെ തീരാറായില്ലേ, ചക്കയുടെയൊക്കെ സീസൺ കഴിയാറായി. അപ്പം ചക്ക വേവിച്ചത് ചിക്കൻ കറി കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമുക്ക് വേണ്ട ഒരു പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് മുറിക്കാവേ. ഉച്ച കഴിഞ്ഞത്തെ വിശേഷം ഇതാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. അപ്പം ഇനി പഴുത്ത ചക്കയൊക്കെ തിന്നണം. തുണിയൊക്കെ ഉണങ്ങാനൊക്കെ ഇട്ടേക്കും കേട്ടോ. അതാണ് നമ്മുടെ ഇവിടുത്തെ പാലം. അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട്. അഭിജിത്തും വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബൈ.